viewers, welcome back to Sala Learning. It's me, Sri Bhama SB. ഹായ് മക്കളെ, എല്ലാ മക്കളും അടിപൊളിയായിട്ടിരിക്കുന്നോ? അപ്പം മിസ്സിൻ്റെ എല്ലാ മക്കളും പുതിയ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ റെഡി ആയിട്ട് ഒരു ന്യൂ അക്കാഡമിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത മിടുക്കന്മാരും മിടുക്കികളായിട്ടിരിക്കുകയാണ് അല്ലേ. അപ്പം മിസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. നിങ്ങളെല്ലാവരും കുറേയൊക്കെ ചോദിക്കുന്ന ഒരു പോർഷൻ തന്നെയാണ്. ഒരുപാട് മക്കൾ ചോദിക്കുന്ന പഠിപ്പിച്ച് തരുമോ മിസ്സേന്ന് ചോദിച്ച ഒരു പോർഷനായിട്ടാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത്. ഫൈബറിനെ പറ്റി, ഫാബ്രിക്കിനെ പറ്റിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഫൈബർ എന്താണ്, ഫാബ്രിക് എന്താണ്, നമ്മൾ എന്തിനൊക്കെ ഇത് യൂസ് ചെയ്യുന്നത്, നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ എത്രത്തോളം ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കേസൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കാര്യങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, റെഡി? അപ്പം നമുക്ക് എന്ത് ചെയ്യണം മക്കളെ, നമുക്ക് നോക്കാൻ കൂടുതൽ ടൈമൊന്നും വേസ്റ്റ് ചെയ്യണ്ട, നേരിട്ട് നമ്മുടെ കാര്യത്തിലോട്ട് വരാം. അപ്പം നിങ്ങളെല്ലാവരും ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കാര്യമാണിത്. നമുക്ക് പലപ്പോഴും അതിൻ്റെ പേരും കാര്യങ്ങളും അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അടിപൊളിയായിട്ട് ഡ്രസ്സ് ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? നല്ല വെറൈറ്റി ആയിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ടിപ്പ് ടോപ്പ് ആയിട്ട് സ്കൂളിലോട്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ ആയിക്കോട്ടെ, എപ്പോഴാണെങ്കിലും നമ്മൾ ഡ്രസ്സ് വെൽ ഡ്രസ്ഡ് ആയിരിക്കണം അല്ലേ. നമുക്ക് ഒരാൾ കാണുമ്പോൾ തന്നെ നമ്മൾ അട്രാക്ഷൻ തോന്നി, ഇങ്ങനെ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ലുക്കിലൊക്കെ വന്നാൽ കൊള്ളാം എന്ന് നമ്മൾ പറയും അല്ലേ. അപ്പോൾ ഡ്രസ്സ് വൈസ് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്തുകൊണ്ടൊക്കെയാണ് ഡ്രസ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്, അതെന്താണ് അതിൻ്റെ ബേസിക് ആയിട്ട് ഒരു യൂണിറ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയുമോ? അതാണ് നമ്മൾ എന്താണ് നോക്കാൻ പോകുന്നത് കേട്ടോ. റെഡി, സെറ്റ്? അതേപോലെ നമ്മുടെ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അപ്പോൾ ഫൈബർ, ഫാബ്രിക്, അതുപോലെ പോളിമേഴ്സ് എന്നൊക്കെ നമ്മൾ പറയും. അതൊക്കെ യൂസ് ചെയ്യുന്ന കുറേ ബാഗുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ബാഗുകളുണ്ട്. ഇപ്പോൾ ലെതർ ബാഗ് ഉണ്ട്, പ്ലാസ്റ്റിക് ബാഗ് ഉണ്ട്, അതുപോലെ ഫൈബർ ബാഗ് ഉണ്ട്. അങ്ങനെ കുറേ വെറൈറ്റി ഓഫുള്ള ബാഗുകൾ നമ്മൾ ഡെയിലി ലൈഫിൽ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചപ്പൽസ്, നമ്മൾ ഈ റബ്ബറും കൊണ്ടൊക്കെ ഉണ്ടാക്കിയുള്ള ചപ്പൽസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറില്ലേ? ഇപ്പോൾ വാഷ്റൂമിൽ പോകുന്ന സമയത്തും നമ്മൾ പുറത്തോട്ട് പോകുന്ന സമയത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ചപ്പൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനമുണ്ട്. ഇതെല്ലാം നിർമ്മിച്ചിട്ടുള്ളതിൽ ഏറ്റവും ചെറുത് കുഞ്ഞേതായിട്ടുള്ള ബേസിക് യൂണിറ്റുകൾ കൊണ്ടാണ് ഇത് വലുതായിട്ട് ഇതുപോലെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയോ? അതാണ് അതിൻ്റെ ആൻസറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നല്ല ഇൻട്രസ്റ്റിംഗ് അല്ലേടാ, കാരണം നമ്മൾ ഡെയിലി ലൈഫിൽ പഠിക്കുന്ന, നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന, ഉപയോഗിക്കുന്ന കുറേ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള സയൻസിനെ പറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. റെഡി അല്ലേ, സെറ്റ് അല്ലേ? റെഡി, നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളിമർ എന്ന് വെച്ചാൽ ബേസിക് ആയിട്ടുള്ള യൂണിറ്റിനെ. മിസ് പറഞ്ഞു ഇതെല്ലാം നിർമ്മിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫൈബറും കൊണ്ടായിക്കോട്ടെ, ഫാബ്രിക് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആയിക്കോട്ടെ, ഏതാണെങ്കിലും അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്നതാണ് പോളിമർ. മെനി സ്മോൾ യൂണിറ്റ് കമ്പൈൻ ടു ഫോം എ ലാർജ് സിംഗിൾ യൂണിറ്റ് ഈസ് കോൾഡ് പോളിമർ. അപ്പോൾ പോളിമറുകൾക്ക് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ പറയുന്ന സബ്സ്റ്റൻസ് എല്ലാം എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ സ്മോൾ യൂണിറ്റ് കൂടി ചേർന്നിട്ട് എന്തായിട്ട് മാറി, ഇതുപോലെ നല്ല ഭംഗിയുള്ള പോളിമർ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ബീഡ്സ് എടുത്തു. ഓക്കെ, നല്ല മുത്തുമാല മിസ്സിന് വേണം. അപ്പോൾ മിസ് എന്ത് ചെയ്തു, കുറച്ച് ബീഡ്സ് ഒക്കെ എടുത്തു. ബീഡ്സ് ഇട്ടിട്ട് മിസ് എന്ത് ചെയ്തു, നല്ല നൈസായിട്ട് കോർത്ത് മിസ്സിന് ഇതുപോലെ ഇഷ്ടപ്പെട്ടിട്ടുള്ള മുത്തുമാല റെഡിയാക്കി. നല്ല പേൾ നെക്ലേസ് ഒക്കെ മിസ്സാക്കി. അതുപോലെയാണ് നമ്മുടെ പോളിമർ. കുഞ്ഞു സ്മോൾ യൂണിറ്റാണ്. ബീഡ്സ് എന്ന് പറഞ്ഞാൽ സ്മോൾ യൂണിറ്റ് എന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ആ സ്മോൾ യൂണിറ്റുകൾ കൂടി ചേർന്നിട്ട് പോളിമർ ആയിട്ട് മാറാം. ഒരു നെക്ലേസ് പോലെ ആയിട്ട് മാറാം. ഒരു പേൾ നെക്ലേസ് ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. അതുപോലെയാണ് നമ്മുടെ പോളിമേഴ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ പോളിമേഴ്സ് എന്ന് വെച്ചാൽ ബേസിക് ആയിട്ടുള്ള ഒരു യൂണിറ്റ് സ്മോൾ യൂണിറ്റുകൾ കൂടി ചേർന്നിട്ട് ഒരു ലാർജ് യൂണിറ്റ് ആയിട്ട് മാറുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത്, പോളിമേഴ്സ്. ക്ലിയർ അല്ലേ, സെറ്റ് അല്ലേ, റെഡി അല്ലേ? അപ്പോൾ ഇതാ നോക്കിക്കോളൂ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്നതാണ്. ഇതൊക്കെ ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പോളിമേഴ്സ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ബേസ് ആയിട്ട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ നിർമ്മിച്ചത് എന്തുകൊണ്ട് എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും ഇതെല്ലാം പോളിമേഴ്സ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. കുഞ്ഞേതായിട്ടുള്ള സ്മോൾ യൂണിറ്റ് കൂടി ചേർന്ന ലാർജ് യൂണിറ്റിനെയാണ് നമ്മൾ പോളിമേഴ്സ് എന്ന് പറയാമെന്ന് അടിപൊളിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പറഞ്ഞു കൊടുക്കുക. റെഡി, സെറ്റ്? അപ്പോൾ നോക്കൂ, അടുത്തൊരു കാര്യം, പോളിമേഴ്സിൽ തന്നെ കുറേ ടൈപ്പ്, മിസ് പറഞ്ഞ പോലെ കുറേ ടൈപ്പിലുണ്ട്. ഫൈബർ ആയിട്ടുള്ള പോളിമേഴ്സ് ഉണ്ട്. ഫോർ മാനുഫാക്ചറിങ് സ്ട്രോങ് ത്രെഡ്സ് അല്ലേ, നമ്മൾ ത്രെഡുകളൊക്കെ നൂലൊക്കെ ഉണ്ടാക്കില്ലേടാ, ഈ ഫൈബറും ഉണ്ട്. അതൊക്കെ എന്താണ്, അതിൻ്റെയൊക്കെ ബേസിക് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പോളിമേഴ്സ് ആണ്. ഇപ്പം നമ്മൾ നൂല് നൂക്കുന്നിടത്തൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, നൂലിങ്ങനെ കുഞ്ഞു ത്രെഡ്സുകൾ ഇങ്ങനെ ഉണ്ടാവും, നിങ്ങൾ കണ്ടിട്ടില്ലേ? അതൊക്കെ എന്താണ്, പോളിമേഴ്സിൻ്റെ ഒരു വേർഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുക, മോൾഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് ഷേപ്പിലല്ലേ, നമ്മൾ ഓരോരോ ഷേപ്പിലാക്കി മാറ്റാറുണ്ട്. അടിച്ച് പരത്തി മോൾഡ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ബക്കറ്റോ, ഇഷ്ടമുള്ള ബോട്ടിലോ, അല്ലെങ്കിൽ ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും കുഞ്ഞു ബോട്ടിൽസോ, സ്മോൾ ബോട്ടിൽസോ ഒക്കെ നമ്മളാക്കി മാറ്റാറുണ്ട്. സോ പ്ലാസ്റ്റിക്കും ആ ഒരു കേസിൽ പെടുന്ന പോളിമേഴ്സ് ആണ്. റെഡി, നെക്സ്റ്റ്
ഏതാണ്? റബ്ബർ. നമ്മൾ യൂസ് ചെയ്യുന്ന, നമ്മുടെ വെഹിക്കിൾസിൽ യൂസ് ചെയ്യുന്ന, അതുപോലെ തന്നെ ഇലാസ്റ്റിക് പോളിമേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് ഈ റബ്ബറുകൾ എന്ന് പറയുന്നത്. റബ്ബറോട് യൂസ് ചെയ്യുന്ന ചപ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ വെഹിക്കിൾസിലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സംഭവമാണ് റബ്ബറുകൾ. ഇതും ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പോളിമേഴ്സ് ആണ്. ഓക്കെ അല്ലേടാ? റെഡി അല്ലേ? അപ്പോൾ ഇതാ നോക്കൂ, ദ തിൻ സ്ട്രാൻഡ് ഓഫ് ത്രെഡ് ദാറ്റ് വി സീ ആർ മെയ്ഡ് അപ്പ് സ്റ്റിൽ എ തിന്നർ സ്ട്രാൻഡ് ഈസ് കോൾഡ് ഫൈബേഴ്സ്. അപ്പോൾ എന്താണ് ഫൈബർ എന്ന് മിസ് ചോദിച്ചതിൻ്റെ ആൻസറും നിങ്ങൾക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞല്ലേ. തിൻ സ്ട്രാൻഡ്, വളരെ തിൻ ആയിട്ടുള്ള കുഞ്ഞായിട്ടുള്ള തിൻ സ്ട്രാൻഡുകൾ ഓഫ് ത്രെഡ് ദാറ്റ് വി സീ ആർ മെയ്ഡ് അപ്പ് ഓഫ് സ്റ്റിൽ തിന്നർ ആയിട്ടുള്ള സ്ട്രാൻഡുകൾ കൊണ്ട് നിർമ്മിച്ചത്. ആ തിന്നർ സ്ട്രാൻഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫൈബർ. അപ്പോൾ എന്താണ് പോളിമേഴ്സ്, എന്താണ് ഫൈബർ എന്ന് എൻ്റെ മക്കൾക്ക് ക്ലിയർ കട്ടായിട്ട് മനസ്സിലായി അല്ലേ? സോ ഫാബ്രിക്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് യാൺസ് ആൻഡ് യാൺസ് ആർ ഫർദർ മെയ്ഡ് അപ്പ് ഓഫ് ഫൈബേഴ്സ്. അപ്പോൾ ഫാബ്രിക് നിർമ്മിച്ചിട്ടുള്ളത് യാണും ഉണ്ട്, യാൺ നിർമ്മിച്ചിട്ടുള്ളത് ഫൈബറും ഉണ്ട്. അങ്ങനെ ഒരു ചെയിൻ പോലെ ഒരു നമുക്കൊരു പേൾ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ പേൾ നെക്ലേസ് ഒക്കെ പോലെ പോകുന്നതാണ് ഈ കാര്യങ്ങൾ. അങ്ങനെയാണ് നമ്മുടെ കാര്യം. അപ്പോൾ വേർ ഡു ഡസ് ഫൈബർ കം ഫ്രം? അപ്പോൾ എവിടെ നിന്നാണ് ഈ ഫൈബർ വരുന്നത്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതിനുള്ള ആൻസർ നമ്മൾ ഈ വീഡിയോയിലല്ല, ഇനി വരുന്ന നെക്സ്റ്റ് വീഡിയോകളിൽ നമുക്കതിൻ്റെ ആൻസർ കിട്ടും. റെഡി? അപ്പോൾ ഇത്ര കുഞ്ഞു കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ? എന്താണ് പോളിമേഴ്സ് എന്ന് ഡിസ്കസ് ചെയ്തു. നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരുപാട് എന്താ പറയുക സബ്സ്റ്റൻസിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് ആണ് പോളിമർ എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞു പോർഷനാണ് മിസ് ഡിസ്കസ് ചെയ്തത്. ഇനിയും ഒരുപാട് വീഡിയോസും കാര്യങ്ങളും നമ്മുടെ ചാനലിലൂടെ വരും. സോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, പവർ ആക്കുക, സെറ്റ് ആക്കുക, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് അടിപൊളിയായിട്ട് നമ്മുടെ ചാനലിലോട്ട് വരാം, വീഡിയോസ് എല്ലാം കാണാം. ഓക്കേടാ മക്കളെ? സോ അതുവരേക്കും ബൈ, സീ യു, ബൈ.